ഹായ് ഗൈസ്, സ്കെച്ച് ബുക്കിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്ത ആൾക്കാർ പാർട്ട് 2 വീഡിയോ കാണണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സ്കെച്ച് ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, സ്കെച്ച് ബുക്ക് ഓപ്പൺ ആയി വരുമ്പോൾ സ്ക്രീൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യണം. സോ ഫസ്റ്റ് മെനു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ന്യൂ സ്കെച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നേരെ പോകുന്നത് A4 സൈസിലേക്കാണ്. കറണ്ട് സ്കെച്ച് നമ്മൾ ഓൾറെഡി ഒന്നും വരച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഡിസ്കാർഡ് കറണ്ട് സ്കെച്ച് അടിച്ചു. ഡിസ്കാർഡ് അടിക്കുകയാണ്. ഇതാണ് A4 സൈസിൻ്റെ ഡോക്യുമെൻറ്റ്. ഇതിലേക്കാണ് നമ്മളിനി ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നത്. ഓൾറെഡി ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മൾ ഗ്രിഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ഇമേജ് പ്രസ് ചെയ്യുകയാണ്. ദെൻ ഇമേജ് ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ആകെ മാറിപ്പോകും. ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്, കാര്യമാക്കണ്ട. ദെൻ നമുക്കതൊന്ന് സൂം ആക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്ര ഫേസാണ് വരയ്ക്കുന്നത്. ഇത് ഞാൻ സ്ക്രിബിൾ ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടിക്ക് ചെയ്യാം. ദെൻ താഴത്തെ ലെയർ മുകളിലേക്ക് ആക്കുകയാണ്. ഇനി നമ്മൾ ഒരു സ്കിൻ ടൈപ്പ് സെലക്ട് ചെയ്യാണ്. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളൊരു സ്കിൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ഡാർക്കനായിട്ടുള്ള സ്കിൻ കളറാണ് ചൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് കളർ. അപ്പം നമുക്ക് ആ കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഒരു ലൈൻ എന്തെങ്കിലും വരച്ച് വയ്ക്കാം. ഓക്കെ, ഇതിനിപ്പോൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചേഞ്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓരോ സ്കിന്നിൻ്റെ ഓരോ പാർട്ടിൽ ഓരോരോ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്കിന്നിൻ്റെ കളറ് ആവശ്യമായിട്ട് വരും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ലെയർ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർന്ന് ചേഞ്ച് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഡാർക്കനാക്കുകയാണ്. ഒരു പ്യുവർ ബ്ലാക്ക് അല്ല, ചെറിയായിട്ടൊരു ഷെയ്ഡ് ഗ്രേ ഷെയ്ഡായിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, ബാക്ക് അടിക്കുകയാണ്. ദെൻ ലെയർ ഹൈഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ലെയറിൽ വെച്ചിട്ടായിരിക്കും വരയ്ക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഇമേജിൻ്റെ ലോക്കാക്കുകയാണ്. ലോക്കാക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ ഇമേജിൽ കയറി വരയ്ക്കും. അത് വരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ലോക്കാക്കി. ദെൻ പുതിയ ലെയർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന മാർക്കറിൻ്റെ സെക്കൻഡ് പെന്നാണ്. ഒരു 1 to 5 എടുക്കുക. സൈസ് മാറ്റാൻ റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ദെൻ ഒന്ന് ലൈന് വരച്ച് നോക്കാം എങ്ങനെയായിരിക്കും കപ്പാസിറ്റി, അതേപോലെ അതിൻ്റെ കളറൊക്കെ എങ്ങനെയായിരിക്കും, സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ലെയർ ഹൈഡാക്കി വയ്ക്കുകയാണ്. ലെയർ ഹൈഡാക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ കുറേ ലെയേഴ്സ് വരും, 4, 5, 6 ലെയേഴ്സ് വരും സ്കിന്നിൻ്റെ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇമേജ് ഹൈഡാക്കിയ ഇമേജ് അൺഹൈഡ് ചെയ്തു. ഇനി നമ്മൾ സ്ക്രിബിൾ വരയ്ക്കുകയാണ്. സ്ക്രിബിൾ വരയ്ക്കുമ്പോൾ കുറേ ടൈപ്പ് സ്ക്രിബിൾ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ റാ പോലെ വരയ്ക്കുന്നതുണ്ട്. അതേപോലെ 8 വരയ്ക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അല്ലെങ്കിൽ റൗണ്ട് ഇങ്ങനെ വരയ്ക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. ചിലവർ ഇങ്ങനെ വരച്ച് പോകാറുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് വരയ്ക്കാം. ഓക്കെ, ഞാൻ അണ്ടു അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ വരയ്ക്കുന്നത് എനിക്ക് സ്യൂട്ടബിളായി തോന്നിയത് ഇങ്ങനെയാണ്. അപ്പം ഈ രീതിയിൽ തന്നെ ഞാൻ വരച്ച് തുടങ്ങുകയാണ്. ഇമേജിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. അതായത് മുകളിലെ ലെയേഴ്സിലാണ് വരയ്ക്കുന്നത്. കപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക ഇമേജിൻ്റെ. ഇനി ഇത് ഫുള്ള് വരച്ചിട്ട് ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെയറിലേക്ക് പോവാം. ഫസ്റ്റ് ലെയർ വരച്ച് കഴിയുമ്പോഴുള്ള റിസൾട്ടാണിത്. ഇതാളെ തിരിച്ചറിയില്ല.
സോ നമ്മൾ സെക്കൻഡ് ലെയർ നോക്കുകയാണ്. സെക്കൻഡ് ലെയർ നോക്കുമ്പോൾ നമ്മൾ ബ്രഷിൻ്റെ സെയിം ബ്രഷാണ്, പക്ഷേ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ബ്രൈറ്റനാക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ വരച്ച് കൊടുക്കാം. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാണ്, വരച്ച് കൊടുക്കാം. ഇതേപോലെ ഫുള്ളും വരയ്ക്കണം. ലെയർ 2 ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇതിലും വലിയ ആൾക്കാർ മനസ്സിലാവുന്നില്ല. എന്താ, സെക്കൻഡ് ലെയർ ഇങ്ങനെയാണ് വരിക. ഇനി തേർഡ് ലെയർ നോക്കുമ്പോൾ ലെയർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ കളർ ഒന്ന് ബ്രൈറ്റൻ ചെയ്യുക, റിപ്പീറ്റായിട്ടൊന്നുകൂടെ ചെയ്യാം. കണ്ടോ, കുറച്ചുകൂടെ ബ്രൈറ്റൻ ആയില്ലേ? ഇങ്ങനെ 3-4 ലെയർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ബ്രൈറ്റ്നെസ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. പിന്നെ വരയ്ക്കുമ്പോൾ ഈ പാറ്റേൺ ഒക്കെ സെയിം തന്നെ ആയിരിക്കണം കേട്ടോ. മൂന്നാമത്തെ ലെയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ലെയറിൻ്റെ അവസ്ഥ. ഓക്കെ, ഇനി 4-ാമത്തെ ലെയർ നോക്കുകയാണ്. ബ്രഷ് എടുക്കുക, കളർ എടുക്കുക, കളർ ഒന്നുകൂടെ ബ്രൈറ്റ്നെസ് കൂട്ടുക, ലൈറ്റൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ലൈറ്റൻ ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. ലെയർ മാറ്റി, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ലെയർ. ഓക്കെ, ഇതിന് മുന്നായിട്ട് നമ്മൾ ഈ ഇമേജ് തന്നെ എടുത്തിട്ട് മറ്റേതൊക്കെ ഒന്ന് ഹൈഡാക്കി വയ്ക്കുകയാണ്. ഇമേജ് ഇങ്ങനെയാണ്. നമ്മൾ ലൈറ്റനും അതേപോലെ ഡാർക്ക് സ്കിന്നുമാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരും. അതിൽ ബ്ലെൻഡിങ് നോർമൽ മാറ്റിയിട്ട് ഡാർക്ക് ലൈറ്റ് അടിക്കുക. അപ്പോൾ ഡാർക്കൻ ഷെയ്ഡിൽ ഇതാണ് വരുന്നത്. ഓക്കെ, ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ച ഈ കളറാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് അവിടെ കളർ അടിക്കേണ്ട. മറ്റേ സൈഡും കൊണ്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ കളർ ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ഫുള്ളായിട്ട് പൂർത്തിയാക്കാം. അതായത് ഓരോ ഷെയ്ഡുണ്ട്. ഈ നല്ല ഡാർക്കുള്ള ഷെയ്ഡിൽ വരയ്ക്കേണ്ട, അത് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. ബാക്കി സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലെയേഴ്സൊക്കെ ഒന്ന് അൺഹൈഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വരച്ച് വരുന്നത്. ഇനി നമുക്ക് ലെയേഴ്സൊക്കെ ഒന്ന് അൺഹൈഡ് ചെയ്യാം. ചില സൈഡിലെ ഷെയ്ഡ്സൊക്കെ മാറിയത് കണ്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഈ കളർ ഒന്നുകൂടെ ലൈറ്റൻ ചെയ്യാണ്. ഓക്കെ, റിപ്പീറ്റായിട്ട് ചെയ്യാം. അതായത് ഈ ഡാർക്കൻ പോർഷൻസിൽ വല്ലാണ്ട് ടച്ച് ചെയ്യാതെ ഒന്ന് അടുപ്പിച്ചിട്ടായിട്ട് ചെയ്യാം. വൈറ്റ് പോർഷൻസ് ആക്കി ചെയ്യാണ്. ലൈറ്റൻ അതേപോലെ ഗ്ലോ വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ലൈറ്റൻ യൂസ് ചെയ്യുന്നത്.
അങ്ങനെ 5th ലെയർ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നോക്കി നോക്കാം. ഇമേജിനെ ഹൈഡാക്കി ബാക്കിയുള്ള ലെയേഴ്സൊക്കെ അൺഹൈഡാക്കി. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര ലെയറായി നോക്കാം. 1 2 3 4 5 6ാമത്തെ ലെയറാണ് നോക്കുന്നത്. ഒന്നും കൂടെ കളർ ലൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാ ലെയേഴ്സും ഹൈഡാക്കി വയ്ക്കുകയാണ്. ഇമേജ് നമ്മൾ അൺഹൈഡ് ചെയ്തു. ഇനി ഈ ലെയേഴ്സിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം, ഈ ഭാഗം, അതേപോലെ ഈ ഭാഗം, ഇതും ഈ ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതേപോലെ താടി ഭാഗത്തും നമ്മൾ സ്ക്രിബിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ലെയറും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കി നോക്കാം. ഇവിടെയും കുറച്ച് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഇത് വരയ്ക്കുമ്പോൾ. കുറേ ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഞാനെല്ലാതും അൺഹൈഡ് ചെയ്യാം കേട്ടോ. ഇതാണ് ലുക്ക് വരുന്നത്. ഇനിയും ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സ്കിന്നിൻ്റെ കളറ് ഒന്നും കൂടെ ലൈറ്റൻ ചെയ്യുകയാണ്. ഇതായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കളർ കേട്ടോ. ഈ ലെയർ എടുക്കുക. ഇവിടെ ലൈറ്റിങ് വരുമ്പോൾ ഒരു ഹൈലൈറ്റിങ് ഉണ്ട്, അത് ഞാൻ ഫില്ല് ചെയ്യുന്നത്. അതുപോലെ കണ്ണിൻ്റെ അവിടെ കുറച്ച് ലൈറ്റിങ് വരുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ പാർട്ട് 3 വീഡിയോയിൽ ഞാൻ ആഡ് ആക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.